ടു കരിമീൻ സിംഗ് കുക്കിംഗ് ചാനൽ. ഞാൻ സ്റ്റിദ. അപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന പാലപ്പവും തേങ്ങ അരച്ച മുട്ടക്കറിയും. ബാക്കി കിച്ചണിൽ പറയാം. 6 മുട്ട, 1 മുറി തേങ്ങ അരച്ചത്, 3 സവാള അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി വഴറ്റി കൊടുക്കാം. സവാളയും കൂടി ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലൊരു വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. ഇത് നല്ലൊരു മൂത്ത് വന്നാൽ മസാല മൂക്കണ വരെ നല്ലൊരു ഇളക്കി കൊടുക്കാം. നല്ലൊരു മസാല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ചിട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് ഇനി അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വന്നവരെ വെയിറ്റ് ചെയ്യുക. മുട്ടേൻ്റെ മേത്തോട്ട് കുറച്ച് ചാറൊക്കെ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കൂട്ട് മസാല പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ തേങ്ങ അരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പാലപ്പം ഇവിടെ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് ചുറ്റിയെടുക്കാം. ഇതൊന്ന് ഏകദേശം നമ്മുടെ അപ്പത്തിൻ്റെ റൗണ്ടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വേറെ പാത്രത്തേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പാലപ്പവും മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പം നമ്മുടെ പാലപ്പവും തേങ്ങ അരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് സാധനം. എൻ്റെ 2 കൂട്ടുകാരെ വിളിക്കാൻ ടേസ്റ്റ് ചെയ്യാം. വാ. സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം. കാണാം. സാധനം സൂപ്പറാണ്. കൊള്ളാം. സൂപ്പറായിട്ടുണ്ട്. ബൈ. ആ ടീമെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.